അടുത്തതായിട്ട് സം ലിമിറ്റ് എന്ന ഫംഗ്ഷനെ നമുക്ക് വേറൊരു തരത്തിൽ കാണിക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം. വാർ സം ഈക്വൽ 0 i, ലിമിറ്റ്, എന്നിട്ട് ഇഫ് കണ്ടീഷൻ കൊടുക്കണു. അത് കഴിഞ്ഞ് അലേർട്ട് നമ്മൾ കൊടുത്തു. അതിനുശേഷം ഈ സ്നാൻ നോട്ട് എ നമ്പർ ആണ് ചെക്ക് ചെയ്യണേ. ഡോക്യുമെന്റ് ഡോട്ട് FRM സം ഡോട്ട് TXT ലിമിറ്റ് ഡോട്ട് വാല്യൂ. അപ്പോൾ അലേർട്ട് പ്ലീസ് എൻറ്റർ എ നമ്പർ ആസ് എ ലിമിറ്റ്. അതായത് നമ്പർ ആണോ എൻ്റർ ചെയ്തേ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്ത ശേഷമാണ് നമ്മൾ അലേർട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് മെസ്സേജ് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് റിട്ടേൺ. ഇനി ലിമിറ്റ് ഈക്വൽ ടു നമ്പർ ഡോക്യുമെന്റ് ഡോട്ട് FRM സം ഡോട്ട് TXT ലിമിറ്റ് ഡോട്ട് വാല്യൂ. ഫോർ ലൂപ്പ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആ എന്താ പറയുക ഫോമിൽ നമ്മൾ എവിടെയാണ് റിസൾട്ട് സ്റ്റോർ ചെയ്യണേ വെച്ചാൽ ആ വേരിയബിൾ ഇട്ടിട്ട് ഈക്വൽ ടു സം എന്ന് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഇങ്ങനെയും കൊടുക്കാം. അതായത് ഈ സ്നാൻ ഫംഗ്ഷനാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ അലർട്ട് മാത്രം വെച്ചിട്ട് കൊടുക്കാം. എല്ലാം നമ്മുടെ ഇഷ്ടം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഫോം ഡെവലപ്പ് ചെയ്യുമ്പോൾ അതനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ലോജിക്ക് കറക്റ്റായിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുക, അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം കറക്റ്റാണ്. നമുക്ക് ഈ സം ലിമിറ്റ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷനെ തന്നെ പല തരത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കും. അതെങ്ങനെയൊക്കെയാണ് എഴുതണമെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഫംഗ്ഷൻ സം ലിമിറ്റ് var സം ഈക്വൽ 0 i, ലിമിറ്റ് ഇഫ് ഡോക്യുമെന്റ് ഡോട്ട് FRM സം ഡോട്ട് TXT ലിമിറ്റ് ഡോട്ട് വാല്യൂ ഈക്വൽ ടു സ്പേസ് കൊടുക്കുകയാണെങ്കിൽ അലേർട്ട് പ്ലീസ് എൻറ്റർ ദ ലിമിറ്റ്. അതായത് നമുക്ക് ആ സ്ക്രീനിൽ തന്നെ പ്ലീസ് എൻറ്റർ ദ ലിമിറ്റ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് ഡിസ്പ്ലേയിൽ കാണിക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ ലിമിറ്റ് എൻ്റർ ചെയ്യാണ്. നമ്പർ ബ്രാക്കറ്റിൽ ഡോക്യുമെന്റ് ഡോട്ട് FRM സം ഡോട്ട് TXT ലിമിറ്റ് ഡോട്ട് വാല്യൂ. നമ്മൾ ആ കൊടുക്കുന്ന ആ ഫോമിലേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളതായ ആ വാല്യൂവിനെ നമ്മളിങ്ങനെ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് ആക്സസ് ചെയ്യണു നമ്പർ വെച്ചിട്ട്. അപ്പോൾ ഫോർ ലൂപ്പിലൂടെ എന്ത് വരുന്നു, നമുക്ക് ആ ലിമിറ്റ് ഇങ്ങോട്ട് വരുന്നു. എന്നിട്ട് നമുക്കത് സമ്മിലേക്ക് ആ ലിമിറ്റ് വരെയുള്ള എലമെൻസിൻ്റെ സമ്മ് ആഡ് ആവുന്നു. അത് കഴിഞ്ഞ് ഡോക്യുമെന്റ് ഡോട്ട് FRM സം ഡോട്ട് TXT സം ഡോട്ട് വാല്യൂ ഈക്വൽ സം. അതായത് നമ്മൾ ആ ഫോമിനകത്ത് എവിടെയാണ് സമ്മ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത് അതിന് കൊടുത്തിട്ടുള്ള പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ പറഞ്ഞ ടെക്സ്റ്റ് ബോക്സിലേക്ക് നമ്മളുടെ ഈ സം എന്നുള്ള വേരിയബിളിനെ നമ്മൾ അസൈൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അവിടെ ആ സമ്മ് ഡിസ്പ്ലേയിൽ കാണിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്താണ്, നമ്മളിവിടെ ഈ TXT ലിമിറ്റിൻ്റെ ആ വാല്യൂ ഒന്നുമില്ല എങ്കിൽ നമുക്ക് അലർട്ട് മെസ്സേജ് വരും. അപ്പോൾ ആ വാല്യൂ നമ്മൾ ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ ആ വാല്യൂ ഫോർ ലൂപ്പിലേക്ക് വന്നിട്ട് അതനുസരിച്ച് എത്ര, ഇപ്പോൾ 10 എന്ന് കൊടുത്താൽ 10 വരെ, 20 എന്ന് കൊടുത്താൽ 20 വരെ, അങ്ങനെ അത് വർക്ക് ചെയ്തിട്ട് നമുക്ക് ആ സം കണ്ടുപിടിച്ച ശേഷം സമ്മ് നമ്മുടെ ടെക്സ്റ്റ് ബോക്സിനകത്തേക്ക് നമുക്ക് സ്റ്റോർ ആവും. എന്നിട്ട് നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കാം. ഇനി നമ്മൾ സ്ക്രിപ്റ്റ് ഇവിടെ ടാഗ് ക്ലോസ് ചെയ്തു. അതിനുശേഷം ഹെഡ് ക്ലോസ് ചെയ്തു. പിന്നെ ബോഡി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ബോഡി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബോഡിയുടെ അകത്താണ് ഫോം കൊടുക്കണത്. അപ്പോൾ ഫോമിനൊരു പേര് കൊടുത്തു. പിന്നെ നമ്മൾ സെൻറ്റർ കൊടുത്ത ശേഷം എൻറ്റർ ദ ലിമിറ്റ്. സെൻറ്റർ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ കൊടുക്കാം. എൻറ്റർ ദ ലിമിറ്റ് കൊടുത്തു. അത് കഴിഞ്ഞ് ഇൻപുട്ട് ടൈപ്പിൽ നമ്മൾ ടെക്സ്റ്റിന് നമ്മൾ ടെക്സ്റ്റ് ബോക്സ് കൊടുക്കുന്നുണ്ട്. TXT ലിമിറ്റ് എന്ന് പേര് കൊടുത്തു. BR ടാഗ് വെച്ചു നമ്മൾ. അത് കഴിഞ്ഞ് സം ഓഫ് ദ നമ്പേഴ്സ്. അപ്പം നമുക്കവിടെ സം ഓഫ് ദ നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് കൊടുത്തു. നെയിം ഈക്വൽ TXT സം. അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക് ടാഗ് വെച്ച് ഇത് ഓരോ ലൈൻ കഴിയുമ്പോൾ ഗ്യാപ്പ് ഇടാനാണ്. പിന്നെ ഇൻപുട്ട് ടൈപ്പ് ബട്ടൺ വാല്യൂല് ഷോ ഓൺ ക്ലിക്കിൽ നമ്മൾ കൊടുക്കുകയാണ്. എന്താണ് ഇവിടെ ഓൺ ക്ലിക്കിൽ വേണ്ടത്, നമുക്ക് സം ലിമിറ്റ് എന്നുള്ളതാണ് ഫംഗ്ഷൻ്റെ പേര്. ഇനി നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഹെഡിങ് കൊടുത്തു. പിന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് സെൻറ്റർ ക്ലോസ് ചെയ്യണം, ഫോം ക്ലോസ് ചെയ്യണം, ബോഡി ക്ലോസ് ചെയ്യണം, HTML ക്ലോസ് ചെയ്യണം. അപ്പോൾ കണ്ടെയ്നർ ടാഗ്സ് എല്ലാം തന്നെ നമ്മൾ കൊടുക്കുമ്പോൾ അത് ക്ലോസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ജാവാസ്ക്രിപ്റ്റ് സം ആണ് ഹെഡിങ്. എൻ്റർ ദ ലിമിറ്റ്, നമ്മൾ ലിമിറ്റ് എൻ്റർ ചെയ്യണു. അപ്പോൾ അതിനായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ പേരും കൊടുത്തിട്ടുണ്ട്. ഇവിടെ TXT ലിമിറ്റ് എന്നാണ് കൊടുത്തത്. സം ഓഫ് ദ നമ്പേഴ്സ്, അതിന് TXT സം എന്ന് കൊടുത്തു. പിന്നെ ഷോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഷോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്താ വരിക വെച്ചാൽ നമ്മൾ ആ ലിമിറ്റ് എൻ്റർ ചെയ്യണതിനനുസരിച്ച് നമുക്ക് അവിടെ സം ഓഫ് ദ നമ്പേഴ്സ് ഡിസ്പ്ലേയിൽ വരുന്നു. എന്തുകൊണ്ടാണ് അത് വരണേ, കാരണം നമ്മൾ അവിടെ ഫോർ ലൂപ്പ് എഴുതിയിട്ടുണ്ട് ഫംഗ്ഷൻ്റെ അകത്ത്. അപ്പോൾ ആ ഫോർ ലൂപ്പ് പ്രകാരം വർക്ക് ചെയ്തിട്ടാണ് സമ്മ് കിട്ടണത്.